ഓണമൊക്കെ ആയില്ലേ, എല്ലാവരും സാരി ഉടുത്തു പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാവും അല്ലേ. നമ്മൾ മലയാളികൾക്ക് ഓണത്തിന് സാരി ഉടുക്കുക എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫീൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഷോർട്ട് ഗേൾസ് ഇപ്പൊ കൺഫ്യൂഷനിലാണ്, ടെൻഷനിലാണ്. അതായത് നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഷോർട്ടായിട്ട് തോന്നും, ഒന്നുകൂടി കുഞ്ഞായിട്ട് ഫീൽ ചെയ്യുക എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഷോർട്ട് ഗേൾസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഷോർട്ടാണോ എന്നതിലല്ല കാര്യം, നമ്മുടെ ക്യാരക്ടറും നമ്മുടെ കോൺഫിഡൻസും ആണ് നമ്മുടെ ബ്യൂട്ടി എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ കുഞ്ഞു കുഞ്ഞു കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഒന്നാമത്തെ ടിപ്പ്, അതായത് നമ്മൾ സാരി വാങ്ങുന്ന സമയത്ത് ബോർഡർ എപ്പോഴും ശ്രദ്ധിക്കുക. വലിയ ബോർഡറുള്ള സാരി ഒഴിവാക്കുക, പകരം ചെറിയ ബോർഡറുള്ള സാരി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബോർഡർ ഇല്ലാത്ത ടൈപ്പ് സാരി സെലക്ട് ചെയ്യുക. ടിപ്പ് നമ്പർ 2, ഫാബ്രിക്സ്. അതായത് നമ്മൾ സാരി സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിന്റെ ക്ലോത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഭയങ്കര സ്റ്റിഫായിട്ടുള്ള കോട്ടൺ സാരികളൊക്കെ ഒഴിവാക്കുക, ഓർഗൻസ ടൈപ്പ് സാരികളൊക്കെ ഒഴിവാക്കുക. പകരം നല്ല ഫ്ലോയി ആയിട്ട് ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ടൈപ്പ് സാരികൾ യൂസ് ചെയ്യുക. ഷിഫോണ്, അതുപോലെ തന്നെ ജോർജറ്റ്, അതുപോലെ നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മൽമൽ കോട്ടൺ സാരി, അങ്ങനെയുള്ള സാരികളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിയർ ചെയ്ത് കഴിഞ്ഞാലും കുറച്ചും കൂടെ ടോളായിട്ട് ഫീൽ ചെയ്യും. ടിപ്പ് നമ്പർ 3, മോണോക്രോമാറ്റിക് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് സാരിക്കും ബ്ലൗസിനും സെയിം കളർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 4, നമ്മൾ അണ്ടർസ്കേർട്ട് വാങ്ങുന്ന സമയത്ത് എല്ലാവരും കോമൺ ആയിട്ടുള്ള കോട്ടൺ ടൈപ്പ് സാധാ അണ്ടർസ്കേർട്ട് ആയിരിക്കും വാങ്ങുക. അതിന് പകരം നമ്മൾ സ്കിൻ ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന അണ്ടർസ്കേർട്ടുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള അണ്ടർസ്കേർട്ട് വാങ്ങി യൂസ് ചെയ്യുക. അപ്പം നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പായിട്ടും നല്ല ടോളായിട്ടും ഫീൽ ചെയ്യും. ടിപ്പ് നമ്പർ 5, നമ്മൾ സാരി എടുക്കുന്ന സമയത്ത് വലിയ വലിയ ഡിസൈനുള്ള സാരി എടുക്കുന്നതിന് പകരം കുഞ്ഞു കുഞ്ഞു ഡിസൈനുള്ള സ്മോൾ ഡിസൈനുള്ള സാരി സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 6, നമ്മൾ സാരി എടുക്കുന്ന സമയത്ത് ലൈറ്റ് കളേഴ്സ് മാക്സിമം ഒഴിവാക്കുക, പകരം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 7, നമ്മൾ ഷോർട്ട് ഗേൾസ് സാരി എടുക്കുന്ന സമയത്ത് എപ്പോഴും സിംഗിൾ പ്ലീറ്റ് ആയിരിക്കും കുറച്ചുകൂടി ലെങ്തി ആയിട്ടും ടോളായിട്ടും തോന്നാൻ വേണ്ടി സഹായിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.